+2 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഇൻവേർട്ടിബിൾ ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. Let f g from R to R be defined as f of x equal to 10x plus 7 and g of x equal to x minus 7 by 10. Find g composition f and f composition g. Set of real numbers ആയ R ൽ നിന്നും R ലേക്കുള്ള രണ്ട് ഫംഗ്ഷനുകളാണ് f of x equal to 10x plus 7 ഉം g of x equal to x minus 7 by 10. അങ്ങനെയാണെങ്കിൽ നമുക്ക് g composition f ഉം f composition g യും കണ്ടുപിടിക്കാം. കൂടാതെ g composition f ന്റെയും f composition g യുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻസ് ഇവയാണ്. f of x equal to 10x plus 7, g of x equal to x minus 7 by 10. ആദ്യം നമുക്ക് g composition f കണ്ടുപിടിക്കാം. g composition f ന്റെ ഡെഫിനിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഓർക്കുക. g composition f of x equal to g of f of x. ഇവിടെ ബ്രാക്കറ്റിനകത്ത് വന്നിട്ടുള്ളത് f of x എന്ന ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് f of x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. f ന്റെ വിലയായ 10x plus 7 f ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് g of 10x plus 7 എന്നായിരിക്കും. ഇനി നമുക്ക് 10x plus 7 ന്റെ g വാല്യൂ കണ്ടെത്തണം. അതിനുവേണ്ടി g യുടെ ഡെഫിനിഷനിലേക്ക് നോക്കുക. g യുടെ ഡെഫിനിഷൻ g of x equal to x minus 7 by 10 എന്നാണ്. അതിൽ x ന് പകരം 10x plus 7 റീപ്ലേസ് ചെയ്യുക. x ന് പകരം 10x plus 7 റീപ്ലേസ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് g of 10x plus 7 equal to 10x plus 7 minus 7 by 10. അതായത് g of 10x plus 7 equal to 10x plus 7 minus 7 by 10. ഇവിടെ നമുക്ക് പ്ലസ് 7ഉം മൈനസ് 7ഉം ക്യാൻസൽ ചെയ്യാം. പ്ലസ് 7ഉം മൈനസ് 7ഉം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 10x by 10 എന്നായിരിക്കും. അതിൽ നമുക്ക് 10ഉം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ x എന്ന് ലഭിക്കും. അതായത് നമുക്ക് ലഭിച്ചത് g composition f of x equal to x. നമ്മൾ ഒന്നാം വർഷം പഠിച്ച ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർക്കുക. ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്, f of x equal to x. അതുപോലെ ഇവിടെ ലഭിച്ചത് g composition f of x equal to x. അതുകൊണ്ട് തന്നെ g composition f എന്ന ഫംഗ്ഷൻ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് f composition g കണ്ടുപിടിക്കാം. നമ്മുടെ ഫംഗ്ഷൻസ് ഇവയാണ്. f of x equal to 10x plus 7, g of x equal to x minus 7 by 10. f composition g യുടെ ഡെഫിനിഷനും നമുക്കറിയാം. f composition g of x equal to f of g of x.
ഇവിടെ ബ്രാക്കറ്റിനകത്ത് വന്നിട്ടുള്ളത് g of x ആണ്. അതുകൊണ്ട് തന്നെ g of xന്റെ വിലയായ x minus 7/10 g of xന് പകരം റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് f of x minus 7/10 എന്നായിരിക്കും. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് x minus 7/10ന്റെ f വാല്യൂ ആണ്. അതിനുവേണ്ടി എഫിന്റെ ഡെഫിനിഷനായ f of x ഈക്വൽ ടു 10x plus 7ൽ എക്സിന് പകരം x minus 7/10 റീപ്ലേസ് ചെയ്യാം. x minus 7/10 എഫിന്റെ ഡെഫിനിഷനായ f of x ഈക്വൽ ടു 10x plus 7ൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് f of x minus 7/10 equal to 10 into x minus 7/10 plus 7. ഇവിടെ നമുക്ക് 10ഉം 10ഉം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ x minus 7 plus 7 എന്ന് ലഭിക്കും. അതിൽ നമുക്ക് -7ഉം +7ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് x എന്ന് ലഭിക്കും. ഇവിടെ നമുക്ക് കിട്ടിയത് f കോമ്പോസിഷൻ g of x equal to x. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ f കോമ്പോസിഷൻ gയും ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അതായത് g കോമ്പോസിഷൻ f of x ഉം x ആണ്, f കോമ്പോസിഷൻ g of x ഉം x ആണ്. അതുകൊണ്ട് തന്നെ g കോമ്പോസിഷൻ f എന്ന ഫംഗ്ഷനും f കോമ്പോസിഷൻ g എന്ന ഫംഗ്ഷനും ഐഡന്റിറ്റി ഫംഗ്ഷനുകൾ ആയിരിക്കും. ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇൻവേർട്ടിബിൾ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതി നോക്കാം. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ a function f from x to y is said to be invertible if there exists a function g from y to x such that g composition f equal to ix and f composition g equal to iy. അതായത് g composition f equal to identity function in x, f composition g equal to identity function in y. x ൽ നിന്നും y യിലേക്കുള്ള ഫംഗ്ഷൻ f ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആകണമെങ്കിൽ x ൽ നിന്നും y യിലേക്ക് g എന്ന ഫംഗ്ഷൻ ഉണ്ടാവുകയും g കോമ്പോസിഷൻ f x ലെ ഐഡന്റിറ്റി ഫംഗ്ഷനും f കോമ്പോസിഷൻ g y യിലെ ഐഡന്റിറ്റി ഫംഗ്ഷനും ആയിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ g എന്ന ഫംഗ്ഷൻ ആയിരിക്കും എഫിന്റെ ഇൻവേഴ്സ്. എഫിന്റെ ഇൻവേഴ്സ് ആയ g നെ നമുക്ക് f ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. f ഇൻവേഴ്സ് എന്നോ ഇൻവേഴ്സ് f എന്നോ നമുക്ക് ഇതിനെ വായിക്കാം. നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റുകളുണ്ട്. ഒന്നാമത്തെ സെറ്റ് x, രണ്ടാമത്തെ സെറ്റ് y. x ൽ നിന്നും y യിലേക്കുള്ള ഫംഗ്ഷനാണ് f. തിരിച്ച് y ൽ നിന്നും x ലേക്കുള്ള ഫംഗ്ഷനാണ് g. x ലെ ഒരു എലമെന്റ് നമുക്ക് എടുക്കാം, സ്മാൾ ലെറ്റർ x. ഈ x നെ f എന്ന ഫംഗ്ഷൻ y ലെ f of x ലേക്ക് കൊണ്ടുപോകും. തിരിച്ച് y ലെ f of x നെ g എന്ന ഫംഗ്ഷൻ x ലേക്ക് കൊണ്ടുവരും. അതായത് f എന്ന ഫംഗ്ഷൻ x ലെ എലമെന്റിനെ y ലേക്ക് കൊണ്ടുപോവുകയും g എന്ന ഫംഗ്ഷൻ y ലെ എലമെന്റിനെ x ലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ g കോമ്പോസിഷൻ f x ലെ ഐഡന്റിറ്റി ആയി.
ഇതുപോലെ വൈയിലെ ഒരു എലമെന്റ് ആണ് സ്മാൾ ലെറ്റർ വൈ. ഈ വൈനെ ജി എന്ന ഫംഗ്ഷൻ എക്സിലെ എലമെന്റ് ആയ ജി ഓഫ് വൈയിലേക്ക് മാപ്പ് ചെയ്യും. തിരിച്ച് എഫ് എന്ന ഫംഗ്ഷൻ ജി ഓഫ് വൈനെ വൈയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതായത് ജി എന്ന ഫംഗ്ഷൻ വൈയിലെ എലമെന്റിനെ എക്സിലേക്ക് കൊണ്ടുവരും. എഫ് എന്ന ഫംഗ്ഷൻ എക്സിലെ എലമെന്റിനെ വൈയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി വൈയിലെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഫ്രം വൈ ടു സെഡ് ബി ടു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്. Then G composition F is also invertible with G composition F the whole inverse equal to F inverse composition G inverse. അതായത് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ് എഫ്. വൈയിൽ നിന്നും ഇസഡിലേക്കുള്ള ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ് ജി. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആയിരിക്കും. കൂടാതെ ജി കോമ്പോസിഷൻ എഫ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. എ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവേർട്ടിബിൾ if and only if f is 1-to-1 and on-to. f ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ f 1-to-1 ഉം on-to ഉം ആയിരിക്കും. തിരിച്ച് f ഒരു 1-to-1 ഉം on-to ഫംഗ്ഷൻ ആണെങ്കിൽ f ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ എന്ന് തെളിയിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ 1-to-1 ആൻഡ് on-to ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് തെളിയിച്ചാൽ മതി. ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കാനുള്ള ഒരു എളുപ്പമാർഗമാണ് ഇത്. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ എന്ന് തെളിയിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് തെളിയിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എഫ്. അല്ലെങ്കിൽ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ് എഫ്. അങ്ങനെയാണെങ്കിൽ വൈയിൽ നിന്നും എക്സിലേക്കുള്ള എഫിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. തന്നിട്ടുള്ള ഫംഗ്ഷന് y എന്ന് പേര് നൽകുക. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൽ നിന്നും എക്സ് കണ്ടെത്തുക. അതായത് ലെഫ്റ്റ് സൈഡിൽ എക്സ്, റൈറ്റ് സൈഡിൽ വൈയിൽ വരുന്ന ടേംസ് ആക്കി എഴുതുക. എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡ് വൈ വരുന്ന ടേംസ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എക്സിനെ റീപ്ലേസ് ചെയ്ത് എഫ് ഇൻവേഴ്സ് വൈ എന്ന് ആക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ y എന്ന് എടുത്തെഴുതുക. അതായത് y ഈക്വൽ ടു തന്നിട്ടുള്ള ഫംഗ്ഷൻ എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ഇക്വേഷനിൽ നിന്നും x കണ്ടെത്തുക. അതായത് ഇടത് സൈഡിൽ x ഈക്വൽ ടു വലത് സൈഡിൽ y വരുന്ന ടേംസ് ആക്കി എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എക്സിന് പകരം എഫ് ഇൻവേഴ്സ് വൈ എന്ന് മാറ്റി എഴുതുക. അപ്പോൾ നമുക്ക് എഫിന്റെ ഇൻവേഴ്സ് ലഭിക്കും.
ഇനി നമുക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ലെറ്റ് f from set 1, 2, 3, 4 to set 10 with f equal to set ordered by 1, 10, 2, 10, 3, 10, 4, 10 is f invertible. ഇത് ഇൻവേർട്ടിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുവാൻ വേണ്ടി ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഈ ഫംഗ്ഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകും. 1ന്റെയും 2ന്റെയും 3ന്റെയും 4ന്റെയും ഇമേജുകൾ 10 ആണ്. അതായത് ഡൊമൈനിലെ ഡിഫറന്റ് എലിമെന്റുകളായ 1ഉം 2ഉം 3ഉം 4ഉം മാപ്പ് ചെയ്തിട്ടുള്ളത് സെയിം എലമെന്റ് ആയ 10ലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1, 1 അല്ല. 1, 1 അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവും അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിളും അല്ല. സിൻസ് f is not 1 to 1, f is not invertible. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. f from set 2, 3, 4, 5 to set 7, 9, 11, 13 with f equal to set ordered pairs 2, 7, 3, 9, 4, 11, 5, 13. Verify f is invertible. ഇവിടെയും എഫ് ഇൻവേർട്ടിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുവാൻ വേണ്ടി ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ എന്ന് നോക്കിയാൽ മതി. ഓർഡേർഡ് ബേസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡൊമൈനിലെ ഡിഫറന്റ് എലിമെന്റുകളായ 2, 3, 4, 5 കോഡൊമൈനിലെ ഡിഫറന്റ് എലിമെന്റുകളായ 7, 9, 11, 13ലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 to 1 ആയിരിക്കും. അതുപോലെ കോഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും, അതായത് 7, 9, 11, 13 എന്നിവയുടെ പ്രീ ഇമേജുകളാണ് 2, 3, 4, 5. എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓണ്ടും ആയിരിക്കും. എഫ് 1 to 1ഉം ഓണ്ടും ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിളും ആയിരിക്കും. ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. ഫംഗ്ഷൻ ഇതാണ്. f equal to set ordered pair 2, 7, 3, 9, 4, 11, 5, 13. അതിന്റെ ഇൻവേഴ്സ് എഴുതണമെങ്കിൽ എഫിലെ ഓർഡേർഡ് പെയേഴ്സിനെ തിരിച്ച് എഴുതിയാൽ മതി. അതായത് f ഇൻവേഴ്സ് ഈക്വൽ ടു 7, 2, 9, 3, 11, 4, 13, 5. അപ്പോൾ ഇതുപോലുള്ള ഫൈനൈറ്റ് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. ഓർഡേർഡ് പെയേഴ്സിനെ തിരിച്ച് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫും ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫിന്റെ ഗ്രാഫ് ഇതാണ്. 2, 7, 3, 9, 4, 11, 5, 13. അതിന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫ് ഇതാണ്. 7, 2, 9, 3, 11, 4, 13, 5. അതായത് ഈ പോയിന്റുകളുടെ ഓർഡേർഡ് പെയർസ് തിരിച്ചാണ് എഫ് ഇൻവേഴ്സിനകത്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ എടുക്കാം. അപ്പോൾ എഫിന്റെ ഗ്രാഫും എഫ് ഇൻവേഴ്സിന്റെ ഗ്രാഫും തമ്മിൽ ഒരു പ്രത്യേകത നമുക്ക്
കാണുവാൻ സാധിക്കും. y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ ഒരു മിറർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ള പോയിന്റുകളുടെ, അതായത് ചുവന്ന പോയിന്റുകളുടെ റിഫ്ലക്ഷൻസ് ആണ് താഴെയുള്ള കറുത്ത പോയിന്റുകൾ. എഫിന്റെ റിഫ്ലക്ഷൻസ് ആണ് എഫ് ഇൻവേഴ്സ്. നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് 27 ഈ ലൈൻ കൊണ്ട് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ഇതും ചുവപ്പായിട്ട് മാറി 27ന്റെ റിഫ്ലക്ഷൻ ആണ് 72. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് 37 അതിന്റെ റിഫ്ലക്ഷൻ ആണ് 93. മൂന്നാമത്തെ പോയിന്റ് 411 അതിന്റെ റിഫ്ലക്ഷൻ ആണ് 114. നാലാമത്തെ പോയിന്റ് 513 അതിന്റെ റിഫ്ലക്ഷൻ ആണ് 135. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് y ഈക്വൽ ടു എക്സ് എന്ന ലൈനിൽ എഫിന്റെ റിഫ്ലക്ഷൻ ആണ് എഫ് ഇൻവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. കൺസിഡർ എഫ് ഫ്രം R to R given by f of x equal to 4x plus 3. Show that f is invertible. Find the inverse of f. നമുക്കറിയാം, ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ എന്ന് തെളിയിക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് എന്ന് തെളിയിച്ചാൽ മതി. അതിനുവേണ്ടി ആദ്യം നമുക്ക് 1 നോക്കാം. 1ന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. f of x1 equal to f of x2 implies x1 equal to x2. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്, f of x equal to 4x plus 3. അത് നമുക്ക് ഡൊമൈനിലെ രണ്ട് എലമെന്റുകളായ x1 ഉം x2 ഉം എടുക്കാം. ലെറ്റ് x1 x2 എലമെന്റ് r. then f of x1 equal to f of x2. നമ്മുടെ ഫംഗ്ഷൻ f of x equal to 4x plus 3 ആണ്. അതിൽ x-ന്റെ സ്ഥാനത്തെല്ലാം x1 കൊടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് f of x1 equal to 4x1 plus 3. x-ന് പകരം x2 കൊടുക്കുകയാണെങ്കിൽ f of x2 equal to 4x2 plus 3. അങ്ങനെയാണെങ്കിൽ f of x1 equal to f of x2 implies 4x1 plus 3 equal to 4x2 plus 3. ഇവിടെ നമുക്ക് 3യും 3യും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കും 4x1 equal to 4x2. അതിൽ 4ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കും x1 equal to x2. അപ്പോൾ നമുക്ക് കിട്ടിയത് f of x1 equal to f of x2 implies x1 equal to x2. ഇതാണ് 1ന്റെ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ 1 ആയിരിക്കും. ഇനി നമുക്ക് ഓൺ ടു പ്രൂവ് ചെയ്യാം. നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്, f of x equal to 4x plus 3. ഓൺ ടു പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കോഡൊമൈനിലെ എലമെന്റ് നമ്മൾ എടുക്കും. കോഡൊമൈൻ R-ലെ ഒരു എലമെന്റ് ആണ് y. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ y-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈനിലെ ഒരു എലമെന്റ് കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് y equal to f of x എന്ന് എഴുതാം. f of x-ന്റെ വാല്യൂ നമുക്ക് അറിയാം, 4x plus 3 ആണ്. അങ്ങനെയാണെങ്കിൽ f of x-ന് പകരം 4x plus 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is y equal to 4x plus 3 plus 3 നമുക്ക് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ലഭിക്കും 4x equal to y minus 3.
ഇതിൽ നിന്നും എക്സ് കണ്ടെത്തുകയാണെങ്കിൽ y മൈനസ് 3/4 എന്ന് ലഭിക്കും. y ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ y മൈനസ് 3യും ഒരു റിയൽ നമ്പർ ആണ്. അതിനെ 4 എന്ന റിയൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y മൈനസ് 3/4ഉം ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ y മൈനസ് 3/4 എലമെന്റ് ഓഫ് R ആയിരിക്കും. അതായത് കോഡൊമൈൻ ആറിലെ ഒരു എലമെന്റ് y എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് കണ്ടെത്തി, ആ എക്സ് ഡൊമൈൻ ആറിലെ എലമെന്റ് എന്ന് നമുക്ക് ലഭിച്ചു. അതായത് എക്സ് എലമെന്റ് ആർ എന്ന് നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺടു ആയിരിക്കും. ഈ ഫംഗ്ഷൻ ഒന്നൊന്നും ഓൺടുവും ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കും. ബൈജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഇൻവേർട്ടിബിളും ആയിരിക്കും. ഹെൻസ് f is invertible. ഇനി നമുക്ക് എഫിന്റെ ഇൻവേഴ്സ് കണ്ടെത്തണം. ഇൻവേഴ്സ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഓൺടു ഫംഗ്ഷൻ പ്രൂവ് ചെയ്യുമ്പോൾ അവിടെ എക്സിന്റെ വില നമ്മൾ കണ്ടുപിടിക്കും. അതായത് ഈ പ്രോബ്ലത്തിൽ എക്സ് ഈക്വൽ ടു y മൈനസ് 3/4 ആണ്. അതിൽ എക്സിനെ റീപ്ലേസ് ചെയ്ത് എഫ് ഇൻവേഴ്സ് y ആക്കിയാൽ മതി. അതായിരിക്കും നമ്മുടെ ഇൻവേഴ്സ്. എക്സിന് പകരം എഫ് ഇൻവേഴ്സ് y എന്ന് എഴുതിയാൽ മാത്രം മതി. നമുക്ക് ലഭിക്കും എഫ് ഇൻവേഴ്സ് y ഈക്വൽ ടു y മൈനസ് 3/4. y എന്ന വേരിയബിൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇതിനെ വേണമെങ്കിൽ എക്സ് എന്ന വേരിയബിൾ വച്ചും എഴുതാം. എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3/4. നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ വെച്ച് ഇൻവേഴ്സ് എഴുതാം. എഫ് ഇൻവേഴ്സ് y ഈക്വൽ ടു y മൈനസ് 3/4 എന്നോ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3/4 എന്നോ നമുക്ക് എഴുതാവുന്നതാണ്. നമുക്ക് എഫിന്റെയും എഫ് ഇൻവേഴ്സിന്റെയും ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഫോർ എക്സ് പ്ലസ് 3യുടെ ഗ്രാഫ് ഇതാണ്. അതിന്റെ ഇൻവേഴ്സ് ആയ എക്സ് മൈനസ് 3/4ന്റെ ഗ്രാഫ് ഇതാണ്, നീല കളറിലുള്ളത്. നമുക്ക് y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ എടുക്കാം. y ഈക്വൽ ടു എക്സ് എന്ന ലൈനിൽ നിന്നും 4x പ്ലസ് 3യുടെ റിഫ്ലക്ഷൻ ആണ് എക്സ് മൈനസ് 3/4. y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ ഒരു മിറർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ 4x പ്ലസ് 3യുടെ റിഫ്ലക്ഷൻ ആയിരിക്കും എക്സ് മൈനസ് 3/4. നമുക്ക് ഒന്ന് റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് നോക്കാം. ഫോർ എക്സ് പ്ലസ് 3യെ ഈക്വൽ ടു എക്സിൽ നിന്നും 4x പ്ലസ് 3യെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ലഭിക്കുന്നത്. നമുക്കതിന്റെ ഇൻവേഴ്സും വരയ്ക്കാം. രണ്ടും സെയിം ലൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. f from r plus to 4 infinity given by f of x equal to x square plus 4. Show that f is invertible. Find the inverse of f, where r plus is the set of all non-negative real numbers. Non-negative real numbers ആയ r plus എന്ന സെറ്റിൽ നിന്നും 4 ഇൻഫിനിറ്റിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് f. അതിന്റെ ഡെഫിനിഷൻ f of x equal to x square plus 4 ആണ്. f ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കുകയും അതിന്റെ ഇൻവേഴ്സ് കണ്ടെത്തുകയും വേണം. നമുക്ക് ആദ്യം
ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കാം. എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ആ ഫംഗ്ഷൻ 1 ആണെന്നും 1 ആണെന്നും തെളിയിച്ചാൽ മതി. ആദ്യം നമുക്ക് 1 ആണെന്ന് തെളിയിക്കാം. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഒന്ന് ഓർക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4. ഡൊമൈൻ ആർ പ്ലസിലെ 2 എലമെന്റുകളാണ് x1 ഉം x2 ഉം. നമുക്ക് തെളിയിക്കേണ്ടത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്താൽ x1 ഈക്വൽ ടു x2 എന്ന് ലഭിക്കണം. അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ എക്സിനു പകരം x1 ഉം x2 ഉം റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് x1 സ്ക്വയർ പ്ലസ് 4 എന്നും x2 സ്ക്വയർ പ്ലസ് 4 എന്നും ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു x2 സ്ക്വയർ പ്ലസ് 4. നമുക്ക് രണ്ട് സൈഡിലും 4 ക്യാൻസൽ ചെയ്യാം. 4 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ. x1 ഉം x2 ഉം ആർ പ്ലസിലെ എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം x1 ഈക്വൽ ടു x2. നമുക്ക് ലഭിച്ചത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. Therefore, f is 1, 1. ഇനി നമുക്ക് ഓൺ ടു പ്രൂവ് ചെയ്യാം. ഓൺ ടു പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കോഡൊമൈനിലെ ഒരു എലമെന്റ് y എടുക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈനിലെ ഒരു എലമെന്റ് നമ്മൾ കണ്ടെത്തണം. ഈ പ്രോബ്ലത്തിൽ കോഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ ഫോർ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് എടുക്കാം y എലമെന്റ് ക്ലോസ്ഡ് ഇന്റർവൽ ഫോർ ഇൻഫിനിറ്റി. കോഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ ഫോർ ഇൻഫിനിറ്റിയിലെ ഒരു എലമെന്റ് ആണ് y. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സിന് പകരം അതിന്റെ വിലയായ എക്സ് സ്ക്വയർ പ്ലസ് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കും y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4. ഇതിൽ നിന്നും 4 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു y മൈനസ് 4 എന്ന് ലഭിക്കും. രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് y മൈനസ് 4. y ക്ലോസ്ഡ് ഇന്റർവൽ ഫോർ ഇൻഫിനിറ്റിയിലെ എലമെന്റ് ആണ്. അതായത് y എന്ന നമ്പർ 4 അതിൽ കൂടുതലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ y മൈനസ് 4 പോസിറ്റീവ് ആയിരിക്കുകയും റൂട്ട് y മൈനസ് 4 എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ 2 വിലയാണ് എക്സിന് ലഭിച്ചത്. പ്ലസ് റൂട്ട് y മൈനസ് 4 ഉം മൈനസ് റൂട്ട് y മൈനസ് 4. ഇതിൽ നിന്നും നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആയ പ്ലസ് റൂട്ട് y മൈനസ് 4 എക്സിനായി എടുക്കാം. സോ വി ക്യാൻ ടേക്ക് x ഈക്വൽ ടു റൂട്ട് y മൈനസ് 4. അപ്പോൾ കോഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ ഫോർ ഇൻഫിനിറ്റിയിലെ ഒരു എലമെന്റ് y നമ്മൾ എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ പ്ലസിലെ ഒരു എലമെന്റ് ആയ എക്സ് നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. ഫംഗ്ഷൻ 1, 1 ഉം ഓൺ ടൂവും ആയതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിളും ആയിരിക്കും. ഇതിൽ നിന്നും ഇൻവേഴ്സ് എഴുതാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എക്സിന്റെ വില കണ്ടെത്തി.
എക്സിന്റെ വില ഇതാണ്, എക്സ് ഈക്വൽ ടു റൂട്ട് വൈ മൈനസ് 4. ആ വാല്യൂവിൽ എക്സിനെ റീപ്ലേസ് ചെയ്ത് അവിടെ എഫ് ഇൻവേഴ്സ് വൈ എന്ന് ആക്കിയാൽ മതി, നമുക്ക് എഫിന്റെ ഇൻവേഴ്സ് ലഭിക്കും. അതായത് എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു റൂട്ട് വൈ മൈനസ് 4. നമ്മൾ കണ്ടുപിടിക്കുന്ന എക്സ് ഈക്വൽ ടു റൂട്ട് വൈ മൈനസ് 4ൽ എക്സ് റീപ്ലേസ് ചെയ്ത് എഫ് ഇൻവേഴ്സ് വൈ ആക്കിയാൽ മതി, നമുക്ക് എഫിന്റെ ഇൻവേഴ്സ് ആയ എഫ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു റൂട്ട് വൈ മൈനസ് 4 ലഭിക്കും. ഇവിടെ വൈ എന്ന വേരിയബിൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, വൈക്ക് പകരം എക്സ് എന്ന വേരിയബിൾ ഉപയോഗിച്ചും എഴുതാം. എക്സ് കൊടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് 4 എന്ന് ലഭിക്കും. രണ്ട് രീതിയിലും നമുക്ക് എഫിന്റെ ഇൻവേഴ്സ് എഴുതാം. ഇനി നമുക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ച് നോക്കാം. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4ന്റെ ഗ്രാഫ് ഇതാണ്. അതിന്റെ ഇൻവേഴ്സ് ആയ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് 4ന്റെ ഗ്രാഫ് ഇതാണ്. y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ നമുക്ക് എടുക്കാം. y ഈക്വൽ ടു എക്സ് എന്ന ലൈനിൽ നിന്നും എക്സ് സ്ക്വയർ പ്ലസ് 4ന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും റൂട്ട് എക്സ് മൈനസ് 4. നമുക്ക് വ്യക്തമായി മനസ്സിലാകും. നമുക്കൊന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4നെ y ഈക്വൽ ടു എക്സിൽ നിന്നും റിഫ്ലക്ട് ചെയ്യിപ്പിക്കാം. സെയിം ലൈൻ, സെയിം കർവ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇൻവേഴ്സ് എഫും എക്സ് സ്ക്വയർ പ്ലസ് 4ന്റെ റിഫ്ലക്ഷനും ഒന്ന് തന്നെ ആയിരിക്കും. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.